ചോറിനൊപ്പം വിളമ്പാവുന്ന മോരുകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും ജോസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. അതിനായിട്ട് ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ചുമന്ന മുളകും ഇട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് മൂത്ത് വരുമ്പം ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ചോറിനൊപ്പമൊക്കെ നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കി വിളമ്പാവുന്ന ഒരു മോരുകറിയാണ്. കഷ്ണങ്ങളൊന്നും വേണ്ട, ശകല ഉള്ളിയും ഇഞ്ചിയൊക്കെ മതി. കടുകും ഉലുവയും ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് 1-2 തണ്ട് കരിവേപ്പില ചേർത്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അവരവർക്ക് ഇഞ്ചി കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ചേർക്കാം. ഇതിലേക്ക് ഇപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. കൂടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് സവാളയും കൂടെ ചേർക്കുക. ഒന്ന് വാട്ടിയെടുക്കുക. സവാളയും ഇഞ്ചിയും ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. പൊടികൾ ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉടച്ചു വച്ചിരിക്കുന്ന തൈര്, എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് തൈര് ഉടച്ചെടുക്കാം. സ്വാദിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. തൈര് ഇതുപോലെ മോരാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മൾ മോര് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്ത് ചോറിനൊപ്പം നമുക്കിത് വിളമ്പും. എല്ലാവരും ഇതുപോലെ ഒന്ന് മോരുകറി തയ്യാറാക്കി നോക്കുക. പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ മോര് മാത്രം ചൂടാക്കുന്നതിന് പകരം ഇതുപോലെ നമുക്ക് താളിപ്പും കൂടെ ചേർത്ത് തയ്യാറാക്കാം.